പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സപ്ലൈകോയിൽ ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ വിവിധ തസ്തികകളിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 55 വയസ്സ് വരെ ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടുള്ളതും 90,000 രൂപ വരെ ശമ്പളമായി ലഭിക്കുന്നതുമായ തസ്തികയും ഇതിലുണ്ട്. നമുക്ക് ഈ തസ്തികകളെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം. അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി തസ്തികകൾ ഏതൊക്കെയെന്നും അപേക്ഷിക്കാനുള്ള യോഗ്യത, പ്രായപരിധി, ശമ്പളം, അപേക്ഷിക്കേണ്ടതെങ്ങനെ, അപേക്ഷിക്കാനുള്ള അവസാന തീയതി തുടങ്ങിയ വിവരങ്ങൾ വിശദമായി അറിയാം. സപ്ലൈകോയിൽ വിവിധ തസ്തികകളിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേനയാണ്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 മെയ് 26 വൈകിട്ട് 5 മണി വരെയാണ്. CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി തസ്തികകൾ ഏതൊക്കെയെന്ന് നോക്കാം. സപ്ലൈകോയിൽ കമ്പനി സെക്രട്ടറി, സീനിയർ മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് എന്നീ തസ്തികകളിലേക്കുള്ള നിയമനത്തിനായാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത്. ആദ്യം കമ്പനി സെക്രട്ടറി തസ്തികയെ കുറിച്ച് നോക്കാം. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതയായി പറഞ്ഞിട്ടുള്ളത് അസോസിയേറ്റ് കമ്പനി സെക്രട്ടറി, അതായത് ACS. കൂടാതെ സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖല അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ കമ്പനി സെക്രട്ടറിയായി 5 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കണം. അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി 45 വയസ്സ് വരെയാണ്. സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം 73,600 രൂപയാണ്. മാക്സിമം 1 വർഷത്തേക്കായിരിക്കും ഈ തസ്തികയിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നവരെ നിയമിക്കുന്നത്. അടുത്തത് സീനിയർ മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് തസ്തികയാണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദാനന്തര ബിരുദമാണ്. അതുപോലെ തന്നെ മാർക്കറ്റിംഗിൽ MBA ബിരുദമുള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കും. കൂടാതെ എക്സ്പീരിയൻസ് കൂടി പറഞ്ഞിട്ടുണ്ട്. റീറ്റെയിൽ ഓർ FMCG മേഖലയിൽ കുറഞ്ഞത് 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി 55 വയസ്സാണ്. സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം 90,000 രൂപയാണ്. അതുപോലെ തന്നെ 2 വർഷത്തേക്കായിരിക്കും ഈ തസ്തികയിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നവരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നത്. ഈ പറഞ്ഞ 2 തസ്തികകളിലേക്കും അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി കണക്കാക്കുന്നത് 2026 ജനുവരി 1 അടിസ്ഥാനമാക്കിയാണ്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് കണക്കാക്കുന്നത് 2026 മെയ് 1 അടിസ്ഥാനമാക്കിയുമാണ്. ഈ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 മെയ് 26 വൈകിട്ട് 5 മണി വരെയാണ്. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ സ്ക്രീനിംഗ്, ക്രൈറ്റീരിയ ബേസ്ഡ് സ്ക്രീനിംഗ്, റിട്ടേൺ ടെസ്റ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, സ്കിൽ ടെസ്റ്റ് ഓർ പ്രൊഫിഷ്യൻസി ടെസ്റ്റ്, ഇന്റർവ്യൂ എന്നീ മെത്തേഡുകളിൽ ഏതെങ്കിലും ഒരു മെത്തേഡിലൂടെയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മെത്തേഡുകൾ യൂസ് ചെയ്തോ ആയിരിക്കും. ഏത് രീതിയിലുള്ള സെലക്ഷൻ മെത്തേഡ് വേണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം CMD, സപ്ലൈകോ എന്നിവർക്കായിരിക്കുമെന്ന് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുപോലുള്ള പരീക്ഷകൾക്കും കേരള PSC, SSC തുടങ്ങിയ വിവിധ മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2026 മെയ് 26 വൈകിട്ട് 5 മണിക്ക് മുമ്പായി തന്നെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.